തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്താവിഷയം ഇരുട്ടിലെ ഈശ്വരാധീനം എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. 8 ദിവസങ്ങൾക്ക് ഇപ്പുറവും അപ്പുറവും സംഭവിക്കുന്ന മനോഹര സംഭവങ്ങളുടെ വിവരണം കൊണ്ട് ശ്രദ്ധേയമായ വേദഭാഗമാണിത്. ഭയവും സംഭ്രമവും പിടിച്ച ഇരവു പകലുകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുണ്ട മുറിയിലേക്ക് ചേക്കേറി വാതിലുകൾ അടച്ചിരിക്കെ സാധ്യതകളൊന്നുമില്ല എന്ന് നനച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന് അവർ സ്വപ്നേവി വിചാരിക്കാത്ത അപ്പോസ്തോലിക അധികാരം, പാപമോചന നൽവരം എന്നിവ നൽകപ്പെടുന്ന നേരമാണിത്. എന്നാൽ ആ സമയത്ത് അവിടെ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണ് തോമാസ് ലീഹ. ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ തോമാസ് ലീഹയുടെ സ്നേഹശാഠ്യം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന സ്നേഹ നിർബന്ധത്തിന് മുമ്പിൽ യേശുതമ്പുരാൻ നിന്നു കൊടുക്കുന്നത് കാണുമ്പോൾ നാം നിശ്ചലരാകുകയാണ്. സ്നേഹത്തിന്റെ അഗാധതയിൽ അവർണ്യമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ ബലത്തിൽ ദൈവത്തോട് വാദിക്കാനും കുറുമ്പ് കാണിക്കാനും അമർഷം പ്രകടിപ്പിക്കാനും ചിലർ ഒരുമ്പെടുന്നു. അത്തരം പിടിവാശികൾക്ക് മുമ്പിൽ ദൈവത്തിന് നിർനിമേഷനായി നിന്നുകൊടുക്കുവാനുള്ള മനസ്സുണ്ട്. സ്നേഹത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുന്നവരെ ദൈവം നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പെനിയേലിൽ യാക്കോബ് കാണിക്കുന്ന സ്നേഹശാഠ്യത്തിന് മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ദൈവം വഴങ്ങുന്നു. സോദോമിന്റെ നാശത്തിന് മുമ്പ് നീ നീതിമാന്മാരുടെ എണ്ണമെടുത്ത് അബ്രഹാം ദൈവത്തോട് വിലപേശൽ നടത്തുക. മോശ സർവശക്തനായ ദൈവത്തെ ഗുണദോഷിക്കുന്നത് മരുഭൂമിയിൽ അപ്പമില്ലാതെ വരുമ്പോഴാണ്. ദാഹിച്ചു വലഞ്ഞ ജനത്തിനു വേണ്ടി ദൈവത്തോട് അല്പമെങ്കിലും അവൻ കലഹിക്കുന്നുമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ വാദപ്രതിവാദങ്ങളുടെ അല്പം പരുവരുത്ത മുഖം ഇയ്യോബിനും ദൈവത്തിനുമിടയിൽ കാണാം. യോനായുടെ പരിഭവങ്ങളിൽ, കുറുമ്പുകളിൽ ദൈവം സുഹൃത്തെന്ന പോലെ ഇടപെട്ട് അവനെ തിരുത്തുന്നുണ്ട്. ഈ അടുത്ത ഇറങ്ങിയ ഒരു സിനിമയാണല്ലോ നന്ദനം. ആ സിനിമയിൽ ബാലാമണി ഗുരുവായൂരപ്പനോട് സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തികഞ്ഞ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ആ സ്നേഹശാഠ്യങ്ങൾക്കും നിർബന്ധങ്ങൾക്കും മുമ്പിൽ ദൈവം നിന്നു തരും. എല്ലാവരോടുമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തോമാസ് ലീഹായെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് അവരുടെ ഹൃദയ നന്മകളെ മുൻനിർത്തി ദൈവം നൽകുന്ന സൗജന്യമാണത്. ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാകുമോ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.